നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആറ്റിറ്റ്യൂഡ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഫസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. Attitude refers to a person, outlook or disposition reflecting their feelings, opinion and behavior towards particular situation, person or thing. It often influences how individual approach and respond to various aspects of life. ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷനോടോ ഒരു ഒബ്ജക്റ്റിനോടോ വ്യക്തികളോടോ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടായാലും അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെഫിനിഷൻ നോക്കാം. An attitude is a readiness to respond such a way that behavior is given a certain direction. ട്രാവേഴ്സിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന സെയിം മീനിങ് ആണ്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. എംപ്ലോയി ആറ്റിറ്റ്യൂഡ്. Employee attitude plays a crucial role in workplace dynamic and productivity. Positive attitude contribute to healthy work environment, teamwork and increased job satisfaction, while negative attitude can lead to conflict and decreased morale. എംപ്ലോയി ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എംപ്ലോയി ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു എംപ്ലോയിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ സക്സസ്സും അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് 2 ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നോക്കാം. എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ വർക്ക് പ്ലേസ് കോൺട്രിബ്യൂട്ട് ടു എ ഹെൽത്തിയർ വർക്ക് എൻവയോൺമെൻറ്റ്, ഫോസ്റ്റേഴ്സ് കൊളാബറേഷൻ ആൻഡ് എൻഹാൻസസ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. ഇറ്റ് ക്യാൻ ആൾസോ ലീഡ് ടു ഇംപ്രൂവ് പ്രോബ്ലം സോൾവിങ് ആൻഡ് എ മോർ റിസൈലൻറ്റ് ടീം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. മാത്രമല്ല അവർ പെട്ടെന്ന് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള മാറ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടുകൊണ്ടും അവരതിനെ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കും. ഇപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും കോൺഫിഡൻസ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് നെഗറ്റീവ്. Negative attitude towards employee can lead to decreased morale, lower productivity and increased turnover. Fostering a positive work environment with open communication and recognition can help improve employee attitude. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇത് അർത്ഥമാക്കുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലെ എംപ്ലോയീസ് എന്ത് ചെയ്യും, അവർക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. മാത്രമല്ല ഏത് പ്രോബ്ലം വന്നാലും അവരിത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ടാണ് അവരെ കാണുന്നത്. അവർക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാനും അതുപോലെ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയും അത് കാരണമാകും. ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസും അതുപോലെ മാനേജേഴ്സും തമ്മിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നല്ല ടീം വർക്കായിട്ടും ആ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ആണ് ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് വൺ പേഴ്സണൽ എക്സ്പീരിയൻസ്. പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെ ലൈഫിലുണ്ടാവുന്ന എക്സ്പീരിയൻസിനെ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിച്ച് അവിടുത്തെ ഫുഡ് മോശമാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ റെസ്റ്റോറൻറ്റിന് ഉണ്ടാവും. അത് നമ്മളെ ആറ്റിറ്റ്യൂഡിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെയാണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു വ്യക്തി എന്ന് പറയുന്നത് സൊസൈറ്റിയായിട്ട് വളരെയധികം കമ്മിറ്റ്മെൻറ്റ് പുലർത്തുന്നവരാണ്. അപ്പം അവരുടെ നോംസ്, വാല്യൂസ്, ബിലീഫ്സ് ഇതെല്ലാം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം സൊസൈറ്റി ആയിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഫാമിലി, ഫ്രണ്ട്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സോഷ്യൽ മീഡിയ, ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അപ്പം സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്. ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ ജനിച്ച് തൊട്ട് നമ്മൾ ലേൺ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ സ്കൂള്, കോളേജ്, നമ്മൾ പഠിക്കുന്ന സ്ഥലം, നമ്മുടെ വർക്ക് പ്ലേസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ നമ്മളെ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ്ങിൽ പ്രധാനപ്പെട്ടതാണ്. അടുത്തതാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഇമോഷണൽ റെസ്പോൺസ്. ഇമോഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇപ്പം ഏതൊരു കാര്യം എടുത്താലും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതില്ലതാണ്. ഇപ്പം ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെ അതാണ് ഇമോഷണൽ റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് മീഡിയ ഇൻഫ്ലുവൻസ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളവരാണ്. അപ്പം മീഡിയ എന്ന് പറയുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഹൈറ്റ്, ഫിസിക്കൽ സ്ട്രക്ചർ, വെയ്റ്റ്, പിന്നെ ഹെറിഡിറ്റി, ഇതൊക്കെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചർ. എംപ്ലോയി ആറ്റിറ്റ്യൂഡ് ഓഫൻ ഷേപ്പ് ആൻഡ് ആർ ഷേപ്ഡ് ബൈ ഓർഗനൈസേഷണൽ കൾച്ചർ. എ പോസിറ്റീവ് കൾച്ചർ പ്രൊമോട്ട് എൻഗേജ്മെൻറ്റ്, കൊളാബറേഷൻ ആൻഡ് ഇന്നോവേഷൻ, വൈൽ നെഗറ്റീവ് വൺ ക്യാൻ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പം ആറ്റിറ്റ്യൂഡും ഓർഗനൈസേഷണൽ കൾച്ചറും എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. അപ്പം കമ്മ്യൂണിക്കേഷൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം എംപ്ലോയീസും അതുപോലെ മാനേജേഴ്സും തമ്മിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ നല്ല പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഓർഗനൈസേഷൻ്റെ സക്സസ്സിനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈറാർക്കി ആൻഡ് അതോറിറ്റി. ഹൈറാർക്കി ആൻഡ് അതോറിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു നല്ല മാനേജ്മെൻറ്റിനെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് ആണ് ലീഡർഷിപ്പ് സ്റ്റൈല്. ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഒരു ലീഡർ എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ ലീഡറായിരിക്കണം. ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അവരെ വർക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും അതുപോലെ പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് ചെയ്യാനും ഒരു ലീഡർക്ക് സാധിക്കണം. നെക്സ്റ്റ് ആണ് എംപ്ലോയി എൻഗേജ്മെൻറ്റ്. എംപ്ലോയി എൻഗേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയി എപ്പോഴും എന്ത് ചെയ്യണം, ഓർഗനൈസേഷനുമായിട്ട് കൂടുതൽ നീതി പുലർത്തേണ്ടതാണ്. പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ, അതുപോലെ ചേഞ്ച് മാനേജ്മെൻറ്റ്, പെർസീവ്ഡ് ഇക്വിറ്റി. ഇതിലൊക്കെ തന്നെ പറയുന്നത് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവരൊക്കെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതുപോലെ ഇക്വിറ്റി നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ടൈം മാനേജ് ചെയ്യാനും സാധിക്കും. ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ അതിൽ നിന്ന് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വൈസസ് ടു ഫ്യൂച്ചർ മാനേജേഴ്സ്. ഫസ്റ്റ് വൺ ഡെവലപ്പിംഗ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പം ഫ്യൂച്ചർ മാനേജേഴ്സിനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണാണ് ഡെവലപ്പിംഗ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുക ആ ഓർഗനൈസേഷനെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
നെക്സ്റ്റ് വൺ എൻകറേജ് കണ്ടിന്യൂസ് ലേണിംഗ്. അതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ് എൻകറേജ് ചെയ്യുക. നെക്സ്റ്റ് ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഇപ്പം മാനേജറും എംപ്ലോയീസ് ആയാലും അതുപോലെ കോവർക്കേഴ്സ് ആണെങ്കിലും തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് സെറ്റ് എ ക്ലിയർ എക്സ്പെക്റ്റേഷൻസ്. ക്ലിയർ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. അതുപോലെ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഏറ്റെടുക്കാത്തവരായിരിക്കും. അപ്പം അവരെ കൂടുതൽ എൻകറേജ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് എംപവർ യുവർ ടീം. നമ്മളെ ടീമിനെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ടാവും, മെമ്പേഴ്സ് ഉണ്ടാവും, അവരെ എംപവർ ചെയ്യുക. നെക്സ്റ്റ് പ്രൊവൈഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇംപ്രസ് അഡാപ്റ്റബിലിറ്റി. പിന്നെ ബാലൻസ് അതോറിറ്റി വിത്ത് എമ്പതി. അതോറിറ്റീനെ എന്ത് ചെയ്യണം, എമ്പതിയോടുകൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനും ശ്രമിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് അഡ്വൈസസ് ടു ഫ്യൂച്ചർ മാനേജേഴ്സിൽ ഉള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിലെ പ്രധാനപ്പെട്ട അസറ്റാണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് എംപ്ലോയി ആറ്റിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.